ഫാദർ, ഈ ഒരു കാര്യം നമ്മൾ മാത്രമേ അറിയാൻ പാടുള്ളൂ. സ്നേഹിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ അങ്കിളിൻ്റെ കാര്യം, ആ പാവത്തിൻ്റെ മനസ്സിനെ വെറുതെ വേദനിപ്പിക്കണ്ട. എടാ, എത്രയോ ആളുകൾ അവർക്ക് താങ്ങാൻ പറ്റാത്തതിലധികവും ഭാരം താങ്ങിക്കൊണ്ട് നടക്കുന്നു. അതുപോലെ ഇതെൻ്റെ തലയിലിരിക്കട്ടെ. സ്നേഹിക്കും അങ്കിളിനും എന്താ, കുഞ്ഞിൻ്റെ കാര്യത്തിൽ തടസ്സം നീങ്ങിയെന്ന് പറഞ്ഞാൽ അവർ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. മോനെ, ഭാവിയിൽ ഇക്കാര്യം... നോ ഫാദർ. ട്രീസ മോൾ എനിക്ക് ജനിച്ചതാണെങ്കിൽ അവളുടെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ ഇടപെടണ്ടേ? അത് പരിഹരിക്കണ്ടേ? അതുപോലെ ഇതും പരിഹരിക്കും. കല്യാണം കഴിക്കാൻ തീരുമാനമെടുത്ത അടുത്ത ദിവസം ഫാദർ എന്നോട് പറഞ്ഞു, കുടുംബജീവിതം അല്പം സങ്കീർണമായ കാര്യമാണെന്ന്. അല്പമൊന്നുമല്ല ഫാദർ, ഒരുപാടാ. മനസ്സിലെപ്പോഴെങ്കിലും എന്നെ ചീത്ത വിളിച്ചോ? ഒന്ന് പോടാ അവിടുന്ന്. നീയോ? ആ, ദേഷ്യം വന്നപ്പോൾ എന്തൊക്കെ മനസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു. അതൊക്കെ അങ്ങോട്ട് പുറത്തു കളാം. നല്ല ചായ. അതിന്റെ ക്രെഡിറ്റ് തനിക്കും കൂടിയാ. പെട്ടെന്ന് താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോഴാ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരു തീരുമാനം എടുത്തത്. പിന്നെ അടുക്കള പണിയൊക്കെ പഠിച്ചു. പതുക്കെ പതുക്കെ പ്രാക്ടീസായി. അതുകൊണ്ട് ഞാനിപ്പോ ആരെയാണ് ഇതിനുവേണ്ടി കാണേണ്ടത്? എന്റെ മുമ്പില് സ്ഥിരമായിട്ട് വരുന്ന ആളുകളെ മാത്രമേ എനിക്കറിയൂ. അവര് പറയുന്നത് അവരല്ലാതെ മറ്റൊരാളുണ്ടെന്നാ. അയാളാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്നാ. അയാളുടെ ഡീറ്റെയിൽസ് എന്താ? അത് ഇനി അവരെ കണ്ട് ചോദിക്കണം. ജീവൻ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അതിന് ഹെൽപ്പ് ചെയ്തില്ലല്ലോ. എന്നാലും സമ്മതം പറഞ്ഞല്ലോ. ഞാൻ അവരുടെ ഡീറ്റെയിൽസുമായിട്ട് ഒരു ദിവസം കൂടി വന്നൊന്ന് ബുദ്ധിമുട്ടിക്കാം. ഓൾവേസ് വെൽക്കം. ജീവിതത്തോട് നിങ്ങൾ വല്ലാണ്ട് പൊരുത്തപ്പെട്ടു. വളരെ ഭംഗിയായി സംസാരിച്ചു. നിങ്ങളത് കവർ ചെയ്യുന്നുണ്ട്. എന്നെ എപ്പോഴെങ്കിലും ശപിച്ചിട്ടുണ്ടോ? ഏയ്, അതൊക്കെ ഒരു നിലവാരമില്ലാത്ത ചോദ്യമല്ലേ അശ്വതി. തന്നെ ശപിക്കാൻ ഞാനാരാ? കാര്യങ്ങൾ അവിടം വരെ എത്തിച്ചിട്ടാണ് താൻ തുറന്നു പറഞ്ഞത് എന്നതിൽ ഒരു വിഷമമുണ്ട്. പിന്നെ ചിലപ്പോ തന്റെ സാഹചര്യം കൊണ്ടാണെന്ന് തോന്നി. കല്യാണം ഇനി ഒരിക്കലും വേണ്ടെന്ന് തോന്നിയോ? അക്കാര്യം നമ്മൾ തമ്മിൽ പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ഞാനൊരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ അശ്വതിക്ക് തോന്നും താൻ ഉണ്ടാക്കിയ ഷോക്ക് കൊണ്ടാണെന്ന്. പിന്നെ വെറുതെ ഒരു കുറ്റബോധം എന്തിനാ? എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടമാണ്. അശ്വതി അന്ന് രാത്രി എന്നോട് പറഞ്ഞ പോലെ തന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞ ആളെ പിന്നീടൊരിക്കലും കണ്ടില്ലേ? പുറത്തെവിടെയോ പോയിന്ന് കേട്ടു. ബാധ്യതക്കാരെ നേരിടാൻ പറ്റാതെയാ പോയത്. പിന്നെ ഞാൻ കൂടുതലൊന്നും അന്വേഷിച്ചില്ല. ശരി, ഇനി ജീവിതത്തിൽ കൂടുതൽ അബദ്ധങ്ങൾ പറ്റാതെ നോക്കിയോളൂ. ഒരു ഫ്രീ അഡ്വൈസ് ആണ്. ശരി, എന്നാ ഞാൻ പിന്നെ വരാം. എന്താണോ? ഏയ്, ഒന്നുമില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. ഫാദർ ഏറ്റവും കൂടുതൽ വിഷമിച്ചത്. എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ സത്യം പുറത്തുപോലും പറയാൻ പറ്റാതെ ആ മനുഷ്യൻ... എനിക്കറിയാം മാഡം, ഫാദർ എത്ര ടെൻഷൻ അനുഭവിച്ചു എന്ന്. അരുൺ, ചൈതന്യെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ചൈതന്യ ഫാദറിനോട് അവളുടെ സമ്മതവും പറഞ്ഞു. പക്ഷെ നിന്റെ തീരുമാനം ഇതിൽ പ്രധാനമാണ്. ഞാൻ മറിച്ച് എന്തെങ്കിലും തീരുമാനിക്കുമെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? ട്രീസ മോളെ കൊടുക്കാമെന്ന് ഞാൻ സ്നേഹയോട് വാക്ക് പറഞ്ഞ നിമിഷം ഞാൻ എല്ലാം തീരുമാനിച്ചതാ. ഇനി എന്ത് തടസ്സം വന്നാലും അതെല്ലാം ഞാൻ മറികടക്കുമെന്ന്. ചൈതന്യ നീ ഒന്ന് കാണുന്നോ? ഏയ്, നോ മാം. അതൊരു പക്ഷേ ആവശ്യമില്ലാത്ത ചില കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കും. മാമിന് നല്ല അടുപ്പമാണല്ലോ. മാം ഒന്ന് പറയണം ട്രീസ മോളുടെ അടുത്തൊന്നും വരരുതെന്ന്. ക്രൂരതയാണ്, എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അവരോട് സഹകരിപ്പിക്കുന്നത്? അതുപോലെ ഒരാൾ വലിച്ചെറിഞ്ഞതല്ലേ എന്നെ. സ്വന്തം ഇഷ്ടത്തിനും സന്തോഷത്തിനും വേണ്ടി നടക്കുക, അതിന് കൂലിയായി കിട്ടുന്ന കുഞ്ഞിനെ എവിടെയെങ്കിലും ഉപേക്ഷിക്കുക,
കാലം കഴിയുമ്പോൾ 2 തുള്ളി കണ്ണീര് മാറ്റി വെച്ചാൽ അവർക്കൊക്കെ പ്രായശ്ചിത്വമായി. കാപട്യമാണ് മാഡം. ഓർമ്മ വന്നു, കാണാൻ ആഗ്രഹിച്ചു എന്നൊക്കെ പറയുന്നത് വെറും കാപട്യം മാത്രമാണ്. അമ്മയെന്ന തോന്നലുള്ളിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ വിട്ടുപോകാൻ പറ്റില്ല ഒരാൾക്കും. ഐ എം സോറി മാം. അനാഥനായ ഏതൊരാൾക്കും ഇങ്ങനെ പറയാനല്ലേ പറ്റൂ. ആ അത് പോട്ടെ. സ്നേഹയുടെ കാര്യം എങ്ങനെയാ? ഞാൻ പറയില്ല, അവള് താങ്ങില്ല. നിങ്ങൾ ആരും പറയരുത്. അരുൺ, പിന്നീട് എപ്പോഴെങ്കിലും വിഷയമാവുമെന്നല്ലേ? ആവണമെങ്കിൽ ആവട്ടെ, അപ്പോൾ അത് ഫേസ് ചെയ്യാം. തീരുമാനം അതാണെങ്കിൽ ഞാൻ തെറ്റു പറയില്ല. പക്ഷെ ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഇനിയൊന്നും ആലോചിക്കാനില്ല മാം. ഞങ്ങളുടെ തീരുമാനം പഴയത് തന്നെ. അതിനിടയിൽ ഇങ്ങനെ ഒരാൾ വന്നിട്ടില്ല. ട്രീസമോളുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ടുമില്ല. ജീവിതം തുടങ്ങുമ്പോൾ അത് വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പറ്റില്ല, അല്ലേ മാം? നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ വീണുടയുമ്പോൾ ജീവിതം ദുസ്സഹമായിട്ട് നമുക്ക് തോന്നും. പകരം ജീവിതം നമ്മളെ കൊണ്ടുപോകുന്നൊരു വഴിയുണ്ട്. ആ വഴി അങ്ങോട്ട് നടന്നേക്കുക, അതാ എളുപ്പം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മാം. ഇനിയൊന്ന് സ്നേഹയുടെ അടുത്ത് പോകണം. അയാൾക്ക് അയാളുടെ പ്രതീക്ഷകൾ തിരിച്ചു കൊടുക്കണം. ശരി. ശരി. മറ്റന്നാളല്ലേ നീ പോകുന്നു പറഞ്ഞത്? അതെ. പിന്നെന്തിനാ നീ ഇപ്പൊ എല്ലാം പാക്ക് ചെയ്യുന്നേ? ഒന്നുമില്ല, എപ്പോഴാണെങ്കിലും പാക്ക് ചെയ്യണ്ടേ. കമല, നീ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലേ? ഇല്ല. അപ്പോ നമ്മളിനി കാണില്ല? നീ അങ്ങോട്ട് വരാൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ കണ്ടൂടെ? എനിക്കിനി എന്തൊക്കെയുണ്ട്. കോഴ്സ് കഴിയണം, വിസ റെഡി ആവണം. അപ്പോഴേക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ? എന്ത് മാറ്റം? അല്ല, അവിടുത്തെ ജോലി കണ്ടെത്തുന്നതിന് എന്തെങ്കിലും തടസ്സം വരികയോ വിസ പ്രോബ്ലമോ? ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി നമുക്കൊന്നും അങ്ങനെ പ്ലാൻ ചെയ്യാതിരിക്കാൻ പറ്റുമോ? നീ വരും, നമ്മൾ കാണുകയും ചെയ്യും. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ഫോട്ടോ എടുത്തില്ല. അതെങ്ങനെയാ? എപ്പോഴും കൂടെയുള്ള ആളുകളുടെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാൻ തോന്നില്ലല്ലോ. അത് വല്ലാത്തൊരു വിഷമായി. നിനക്ക് അത്യാവശ്യമാണെങ്കിൽ ഞാൻ യാമിയെ വിളിച്ച് സംഘടിപ്പിക്കാം. വേണ്ട, പാവങ്ങളാ രണ്ടുപേരും. അവരെ പറ്റിക്കാൻ വന്നൊരു പെൺകുട്ടി അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പൊക്കോട്ടെ. ഫോട്ടോ ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതൊരു വിഷമമൊക്കെ തോന്നും. തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് പോകുമ്പോൾ എല്ലാം മറക്കുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മനസ്സിലിപ്പോഴും മുത്തശ്ശിയുടെ വിളിയുണ്ട്, ആ ദേഹത്തിൻ്റെ തണുപ്പുണ്ട്. എങ്കിൽ പിന്നെ പോകാതിരുന്നൂടെ? അറ്റ്ലീസ്റ്റ് അവരുടെ തെറ്റിദ്ധാരണ തീരുന്നത് വരെയെങ്കിലും. ഇല്ല ചാരു, ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ് പോലെ അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കായി പോയോളാം. ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ജീവിതാവസാനം വരെ. നീ ഒന്നും മിണ്ടാതിരുന്നേ. ലോകം അവസാനിക്കാൻ പോകുന്നത് പോലെ. ഒരു കണക്കിന് അവസാനിച്ചില്ലേ? സ്നേഹത്തിൻ്റെ ഒരു ലോകം അവസാനിച്ചു. എന്താ പറയുക, പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു നിധി കിട്ടുക, അത് കയ്യിൽ വെച്ച് കുറച്ചു കാലം നടക്കുക, അത് കഴിയുമ്പോൾ അത് കാണാതാവുക, അതുപോലൊരു ടെൻഷൻ. ശരിയാവുമായിരിക്കും അല്ലേടി? കമല, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അവർ പാവങ്ങളാ. നീയും. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം. പക്ഷെ എനിക്കറിയില്ല ഇതെങ്ങനെ പരിഹരിക്കണമെന്ന്. പരിഹാരമൊന്നുമില്ല. നമുക്കിനി കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണ്ട, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാം. കോഴ്സിന് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ നീ എന്നെ വിളിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഒരു മാത്യു, അയാൾ വിചാരിച്ചാൽ നിന്റെ കാര്യം ശരിയാക്കാൻ പറ്റും. അല്ല, നിനക്ക് അച്ഛനമ്മയെ വിട്ടുപോരാൻ പറ്റുമോ? കുറച്ച് ദിവസം ഞാൻ ചിലപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നെന്നിരിക്കും. പറ്റില്ലെങ്കിൽ നേരെ തിരിച്ചിങ്ങോട്ട്. ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് വേറെ എന്ത് നേടാനാ? ബന്ധങ്ങളുടെ സുഖം ഞാൻ അറിഞ്ഞു തുടങ്ങിയത് നിന്റെ സംസാരത്തിൽ നിന്നാ. അതുവരെ എനിക്ക് അത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലായിരുന്നു. നീ ഭാഗ്യവതിയടി. നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഒരിക്കലും സംശയിക്കില്ലല്ലോ. നിനക്ക് അവരോട് പറയാതെ ഒരിക്കലും ഇറങ്ങി പോവേണ്ടി വരില്ല.
ഭാഗ്യം. അങ്കിൾ, സ്നേഹ എവിടെ പോയി? മുറിയിലുണ്ട്. സ്നേഹ, ഒന്നിറങ്ങി വന്നേ. എന്താ അരുൺ? അയാള് വരട്ടെ. അങ്കിള് പേടിക്കണ്ട, അയാളെ ഭക്ഷണം കഴിപ്പിച്ചാ പോരെ, സമാധാനത്തോടെ ഉറക്കിയാ പോരെ. അതിനൊരു മരുന്നുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മരുന്നോ? ഒരു ഡോക്ടർ മരുന്നല്ലാതെ പിന്നെന്ത് കൊടുക്കാനാ? ആ എന്താ അരുൺ? എടോ, പെട്ടെന്നൊന്ന് റെഡിയായി, നമുക്ക് പുറത്തു പോവാം. നമ്മൾ മാത്രമല്ല, അങ്കിളും ഉണ്ട്. എന്തിന്? ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം പിടിക്കാത്തതുകൊണ്ടാണല്ലോ താൻ കഴിക്കാത്തത്. നമുക്ക് പുറത്തേക്ക് പോവാം. തനിക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറാം, നന്നായിട്ട് കഴിക്കാം. ഞാനില്ല. താൻ വരുന്നു, ഞാനല്ലേ തീരുമാനിക്കുന്നത്. അരുൺ, വെറുതെ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ അരുണിന് ദേഷ്യം വരും. പിന്നെ അത് സംസാരമാവും. എനിക്കതിന് താല്പര്യമില്ല. താൻ കുറച്ച് ദേഷ്യപ്പെട്ടാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നാളെ രാവിലെ നമുക്കൊന്ന് ഓർഫനേജിൽ പോകണം. വേറൊന്നിനുമല്ല, മോളെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാനാ. അരുൺ എന്താ പറഞ്ഞേ? മോളെ കൊണ്ടുവരാനോ? അരുൺ, എന്താങ്കിൾ? അല്ല, മോളുടെ കാര്യം എന്താ പറഞ്ഞത്? മോളുടെ കാര്യത്തിലെ തടസ്സങ്ങൾ നീങ്ങി, ഇപ്പം എല്ലാം ക്ലിയറായി. നാളെ രാവിലെ നമ്മൾ ഓർഫനേജിൽ പോകുന്നു, ട്രീസ് മോളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അരുൺ, ചുമ്മാ പറയാണോ ഞാൻ പുറത്തു വരാൻ വേണ്ടി? അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് തന്നെ പുറത്തു കൊണ്ടുപോയാൽ നാളെ നേരം വിളിക്കുമ്പോൾ താൻ എന്നോട് ചോദിക്കില്ലേ? എടോ, ഇതിൽ മാറ്റമൊന്നുമില്ല. ഏയ്, സത്യമായിരുന്നെങ്കിൽ അരുൺ ഇങ്ങനെയൊന്നല്ല പറയാ. പിന്നെ എങ്ങനെ പറയണം? അരുൺ വെറുതെ ഇരിക്കെ. ശരിക്കും നാളെ അവൾ നമ്മുടെ കൂടെ വരുമോ? നാളെ എനിക്കും തനിക്കും ജീവനുണ്ടെങ്കിൽ നമ്മുടെ മോളും നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടാവും. ഇതിനപ്പുറത്തേക്ക് ഉറപ്പ് പറയാനൊന്നും എനിക്കറിയില്ല. ഫാദർ പറഞ്ഞു? ഫാദർ പറഞ്ഞു, ഓർഫനേജിലെ എല്ലാവരും പറഞ്ഞു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഓർഫനേജിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് അവര് പറയട്ടെ. അത് വേണ്ട, തൽക്കാലം ഞാൻ പറയുന്നത് അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. എന്നിട്ട് അതുപോലെ നടന്നില്ലെങ്കിൽ തന്നെ എന്നോട് ചോദിച്ചോ. ഞാൻ ഫാദറിനെ ഒന്ന് വിളിക്കട്ടെ അരുൺ? വിളിച്ചോ. അരുൺ, മനസ്സ് മരവിച്ചിരിക്കുന്ന അവസ്ഥ എന്റേത്. വെറുതെ അതിൽ നിന്ന് എന്നെ പിടിച്ചു വലിച്ചിട്ടിട്ട്. അങ്ങനെ മനസ്സ് മരവിച്ചിരുന്നോട്ടെ എന്ന് വിചാരിക്കാൻ എനിക്ക് പറ്റുമോ? ഫാദർ, അരുൺ ഇപ്പൊ മോളെ കൊണ്ടുവരുന്ന കാര്യം എന്നോട് പറഞ്ഞു. സത്യമാണോ? അല്ല, ഞാനും മോളും കേട്ടിട്ടൊരു വിശ്വാസം വരാതെ. അരുൺ ഇവിടെ തന്നെ ഉണ്ട്, എന്റെ തൊട്ടടുത്ത്. ശരി ഫാദർ, എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വന്നോളാം. മോളെ, സത്യമാണെന്ന് ഫാദർ പറഞ്ഞു. വേറെ ഒന്നുമല്ല, ഒരമ്മ ജയിച്ചു. താൻ ഈ കിടന്ന കിടപ്പും വിളിച്ച വിളിയും ഒക്കെ ഈശ്വരൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അത് തന്നെ ശരി. താങ്ക് യു അരുൺ. ഞാൻ മോളെ ഒന്ന് വിളിച്ചോട്ടെ? താനങ്ങനെ തനിച്ച് വിളിക്കണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടി ട്രീസ മോളെ വിളിച്ച് സംസാരിക്കാം. ആ അങ്കിൾ, അപ്പം നമ്മൾ പുറത്തു പോകുന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ? ഇനി എന്ത് മാറ്റം? ഇത് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഏത് കാര്യമാണ് ആഘോഷിക്കുന്നത്? നിങ്ങൾ പോയി റെഡിയായോ മക്കളെ? ഫാദറിനെ വല്ലാതെ സംശയിച്ചു. ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോ പറയുകയും ചെയ്തു. ഫാദർ ക്ഷമിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ക്ഷമിക്കും. ഇനി ഫാദറിന് ഒരു വിഷമം ഉണ്ടാവില്ല. താൻ വന്നേ. ആവണി, എന്താ ഇന്ന് നിനക്ക് എന്താ പറ്റിയേ? വന്ന് കേറിയപ്പോ മുതല് ഓരോ സ്ഥലത്ത് മാറി മാറി ഇരുന്ന് ചിന്തിക്കുകയാണല്ലോ. നീ എന്താ വല്ല പുസ്തകം എഴുതാൻ പോകുന്നുണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നെ? നീ പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ഞാൻ പൊക്കോളാം. പെണ്ണെ, വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ പറ, അല്ലാതെ ഇങ്ങനെ ഇരുന്ന് എന്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടുവേ. എഴുന്നേക്കടി എവിടുന്ന്.
ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ നല്ല വൃത്തിയുള്ള മലയാളത്തിൽ അങ്ങ് പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. ഇന്ന് ഞാൻ ജീവൻ സാറിനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴേ ഒരു പെണ്ണിനെ വഴി വെച്ച് കണ്ടു. അവരെന്നോട് ജീവൻ സാറിന്റെ വീട് ചോദിച്ചു. ഏത് പെണ്ണ്? എനിക്കറിയില്ല. വീട് കാണിച്ചുതരാൻ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. അവരങ്ങോട്ട് പോയി. അതിനിപ്പോ നിനക്കെന്താ? ജീവൻ സാറിനെ കാണാൻ നീ പോകുന്നത് പോലെ വേറെ ആളുകൾക്കും പൊയ്ക്കൂടെ? ഞാൻ സ്റ്റുഡൻ്റ് അല്ലേ, അവരെ കണ്ട സ്റ്റുഡൻ്റ് ആണെന്നൊന്നും തോന്നില്ല. അല്ല, ജീവൻ സാറിന്റെ വീടിന് മുൻപിൽ എഴുതി വെച്ചിട്ടുണ്ടോ സ്റ്റുഡൻസിന് മാത്രമേ പ്രവേശനം ഉള്ളൂന്ന്? എന്നാലും അതാരായിരിക്കും? സാറിന് അങ്ങനെ വരാൻ റിലേറ്റീവ്സ് ആരുമില്ല. അവരുടെ ഒരു പെരുമാറ്റം എനിക്ക് ഒട്ടും പിടിച്ചില്ല. നിനക്കല്ല, എനിക്കെപ്പോ ഒട്ടും പിടിക്കാത്ത. ആ പെണ്ണ് ചിലപ്പോ അയാളുടെ പരിചയക്കാര് വല്ലവരും ആയിരിക്കും, അല്ലെങ്കിൽ ബന്ധുവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ സാറിനെ കൊല്ലാൻ വന്ന ആരെങ്കിലും ആയിരിക്കും. അതിന് നിനക്കെന്താ? ചേച്ചി ഒന്നും മിണ്ടായിരുന്നേ. എടിയടി, നീ അവിടെ പോകുന്നതിനോ ജീവൻ സാർ തരുന്ന പുസ്തകം വാങ്ങിക്കുന്നതിനോ ഒന്നും ഞാൻ വിലക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ നീ ഇപ്പൊ ഈ കാണിക്കുന്ന അസുഖം ഉണ്ടല്ലോ, അതൊരു തരം ചൊറിച്ചില്ല. ട്രീറ്റ് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് അപകടമാകും. ഇക്കാര്യത്തിൽ ഇപ്പൊ എന്താ ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യം? ഉണ്ട്. അല്ലെങ്കിൽ തന്നെ അയാളെ കുറിച്ച് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. അതിന്റെ കൂടെയാ ഇപ്പൊ പുതിയൊരു കാര്യം കൂടി. ചേച്ചിക്ക് എന്താ പിടിക്കുന്നേ? അന്തരീക്ഷം സമാധാനമുള്ളതല്ലല്ലോ. എന്താണ് പിണങ്ങിയോ രണ്ടാളും കൂടി? എന്താ കാര്യം? അവളോട് ചോദിക്കേ. ചേച്ചിയോട് ചോദിക്കും. ആ, ഒരു കാര്യം ചെയ്യാം. ഞാൻ നേരെ ഇറങ്ങിയിട്ട് അയൽപക്കത്ത് ആരടുത്തെങ്കിലും ചോദിക്കാം. വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളല്ലാതെ വേറെ ആരാ പറയുക? കാര്യം അറിയല്ലേ വേണ്ടു. ജീവൻ സാറിന്റെ വീട്ടിൽ ഇന്ന് ആരോ വന്നു, ഒരു പെണ്ണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഇവൾക്കൊട്ടും സ്വസ്ഥതയില്ല. അതാരാണെന്ന് അറിയണം, എന്തിനു വന്നതാണെന്ന് അറിയണം. പിന്നെ അറിയാതെ പറ്റുമോ? നമുക്ക് വേണ്ടപ്പെട്ടൊരു സ്ഥലമല്ലേ. മതി മതി, ഇക്കാര്യത്തിൽ നിന്റെ ചേച്ചി പറയുന്നതാ കാര്യം. ആവശ്യമില്ലാത്ത അസ്വസ്ഥതകൾ ഇരന്ന് വാങ്ങണ്ട. നീ സാറിനെ ബഹുമാനിക്കുന്നതോ ജീവൻ സാറിന്റെ കഴിവുകൾ പറയുന്നതോ കുഴപ്പമില്ല. പക്ഷെ ഇതുണ്ടല്ലോ, അളവിൽ കവിഞ്ഞ ഏർപ്പാടാണ്. അയാൾക്ക് വ്യക്തിപരമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അയാൾക്ക് സുഹൃത്തുക്കളും ഉണ്ടാവും, അയാളെ അന്വേഷിച്ച് വരാൻ ആളും ഉണ്ടാവും. ഇതൊന്നും നിന്നെ ബാധിക്കേണ്ട കാര്യമല്ല കേട്ടല്ലോ. ഏട്ടനിപ്പോ ചേച്ചിയുടെ പാതയിലാ. നമ്മൾ തമ്മിൽ ചിലപ്പോൾ യോജിക്കുന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവാം. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുന്നില്ലേ? അല്ലാതെ ഒരു വൈരാഗ്യത്തിലേക്കൊന്നും നീങ്ങേണ്ട കാര്യമില്ല. റിലേഷൻസ് വളരെയധികം സൂക്ഷിക്കേണ്ട ആളാ നീ. ചില റിലേഷൻസ് നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നുള്ള ഓർമ്മ വേണം. അതും ഇത് ഒരേപോലെയാണോ? അല്ല, അല്ലെന്ന് കാണിക്കേണ്ടത് നീയാ. നോക്കാവണി, ചിലര് നമ്മുടെ നല്ല സുഹൃത്തുക്കളാവും. അത് നമ്മുടെ പ്രായത്തിലുള്ളവരാവാം, മുതിർന്നവരാവാം, താഴ്ന്നവരും ആവാം. പക്ഷേ നല്ല സുഹൃത്തായി എന്ന് കരുതി അവര് നമുക്ക് അവകാശപ്പെട്ടവരാണെന്ന് കരുതരുത്. ജീവൻ നല്ല മനുഷ്യന്, എനിക്ക് അയാളോട് റെസ്പെക്റ്റ് ഉണ്ട്. അത് നീ മൂലം ഇല്ലാതാകരുത്. ചെല നന്നായി, അത്രയെങ്കിലുമൊക്കെ പറഞ്ഞല്ലോ. പറയും, പറയേണ്ട സമയത്ത് പറയും, പറയരുതാത്ത സമയത്ത് പറയാതിരിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. ഒരു ചെറിയ വിശേഷമുണ്ട്. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ലക്ഷ്മി. ആ പെൺകുട്ടിയുണ്ടല്ലോ കമല, അവള് വിദേശത്തേക്ക് തന്നെ തിരിച്ചു പോവാ. ആര് പറഞ്ഞു? അവളുടെ കൂട്ടുകാരി മൈഥിലിയെ വിളിച്ച് പറഞ്ഞതാ. അതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഒരു കാര്യം അറിയുമ്പോ തന്നോട് പറയണമല്ലോ. ഉള്ളിൽ വേദനയുണ്ടാവും. ഇതോടുകൂടി അത് പൂർണ്ണമായിട്ട് അങ്ങ് അവസാനിപ്പിക്കാം. അങ്ങനെ ഒരു ബാധ്യത ഇനിയില്ല. അവള് പോവായിരിക്കും, ഇനി ഒരിക്കലും തിരിച്ചു വരികയും ചെയ്യില്ലായിരിക്കും. പക്ഷേ അവള് നമ്മുടെ കുട്ടി അല്ലാതാകുന്നില്ല. അന്ധവിശ്വാസത്തിന് ഒരു അതിരൊക്കെ ഉണ്ട്.
ഇത്രയൊക്കെ കൺമുന്നിൽ നടന്നിട്ടും നടന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടും വീണ്ടും പ്രതീക്ഷയല്ലേ? ഞാൻ ചിലപ്പോൾ മറക്കാൻ ശ്രമിച്ചേനെ അവൾ എന്നെ കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ. കമല തന്നെ കാണാൻ വന്നോ? വന്നു ഇന്നലെ. എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നത്? കുട്ടിച്ചൻ ബഹളം വെക്കില്ലേ, അതുകൊണ്ട് പറഞ്ഞില്ല. അവൾ എന്തിനാ വന്നേ? എന്നെ കാണാനാ വന്നേ. കുറച്ചു നേരം സംസാരിച്ചു, കരഞ്ഞു. അതിനുശേഷം തിരിച്ചുപോയി. ഓ, ആ അടവ് കൂടെ നടക്കില്ല എന്ന് ബോധ്യമായപ്പോഴായിരിക്കും തിരിച്ചു പോകാനുള്ള തീരുമാനം. ഇല്ല കുട്ടിച്ച, കുട്ടിച്ചൻ എത്ര ഉറക്കെ പറഞ്ഞാലും അവളൊരു കള്ളത്തരം കാണിച്ചു എന്ന് ഞാൻ വിശ്വസിക്കില്ല. അവള് പറഞ്ഞതൊക്കെ സത്യമാ. ഇനി അവളെ കാണാതെ എനിക്ക് മരിക്കേണ്ടി വന്നാലും എന്റെ അവസാന ശ്വാസത്തിൽ ഞാൻ വിശ്വസിക്കും അവള് പറഞ്ഞത് സത്യമാണെന്ന്. എങ്കിൽ വിശ്വസിച്ചോ. അല്ല, ഇത്രയും സ്നേഹത്തോടെ കാണാൻ വന്നിട്ട് മുത്തശ്ശിയെ കൂടെ പോരാനൊന്നും പറഞ്ഞില്ലേ പേരക്കുട്ടി? കുട്ടിച്ചൻ കളിയാക്ക. ഞാനും ഒരു അമ്മയാണ് കുട്ടിച്ച. എന്റെ മുന്നിലിരുന്ന ഒരു പെൺകുട്ടി കരഞ്ഞ അതിൽ കള്ളം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എനിക്ക് പെട്ടെന്ന് പറ്റും. എനിക്കങ്ങനെ തോന്നിയില്ല. അതാ വിശ്വസിക്കാനുള്ള കാരണം. നാട്ടിൽ നിന്ന് പോയാൽ കഴിഞ്ഞല്ലോ. പിന്നെ തന്റെ മനസ്സിൽ ഓർമ്മയല്ലേ, അത് താനങ്ങനെ കൊണ്ട് നടന്നോ?